2018 പുറത്തിറങ്ങിയ വളരെ ത്രില്ലടിപ്പിക്കുന്ന തുടക്കം മുതൽ ഒടുക്കം വരെ കാണുന്നവരെ പിടിച്ചിരുത്തി കളയുന്ന ഒരു അമേരിക്കൻ ഹൊറർ ത്രില്ലർ ഫിലിമാണ് ബേർഡ് ബോക്സ്. ഞാൻ ഈ അടുത്തിടെ കണ്ടതിൽ ഏറ്റവും മികച്ചതെന്ന് തോന്നുന്ന വളരെ എൻഗേജിംഗ് ആയി കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണിത്. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് നായികയായ മലോറിയെയാണ്. അവൾ തന്റെ മുന്നിൽ നിൽക്കുന്ന രണ്ട് കുട്ടികളോടും സംസാരിക്കുകയാണ്. നമ്മൾ ബോട്ടിൽ ഒരു ദൂരയാത്രയ്ക്ക് പോവുകയാണ്. അവിടെ എത്തുന്നത് വരെ കണ്ണ് മൂടിക്കെട്ടി വേണം പോകാൻ. ഒരു കാരണവശാലും നിങ്ങളുടെ കൺമൂടി എടുത്തു മാറ്റരുത്. ഇത്രയും പറഞ്ഞ ശേഷം അവൾ കൂട്ടിലുണ്ടായിരുന്ന രണ്ട് കിളികളെ എടുത്ത് പെട്ടിയിലാക്കുകയും കുട്ടികളുമായി കണ്ണ് മൂടിക്കെട്ടി അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യുന്നു. അവിടെ കെട്ടിയിട്ടുള്ള വള്ളിയിലേക്ക് പിടിച്ച് അവൾ മുന്നോട്ട് നീങ്ങി അവിടുത്തെ പുഴയുടെ കരയിലേക്ക് എത്തുകയും വളരെ പാടുപെട്ട് എങ്ങനെയെങ്കിലും അവിടെ മൂടിയിട്ടിരുന്ന ബോട്ട് നേരെയാക്കിയ ശേഷം അത് തള്ളി വെള്ളത്തിലേക്ക് ഇറക്കുകയും അതിലേക്ക് കുട്ടികളെ കയറ്റി അവളും അതിൽ കയറി അവിടെ നിന്ന് ദൂരേക്ക് തുഴഞ്ഞു പോകുന്നു. വലിയൊരു ദീർഘയാത്രയ്ക്കാണ് അവരിപ്പോൾ പോകുന്നത്. പിന്നീട് കാണിക്കുന്നത് 5 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ദിവസമാണ്. ഒരു ചിത്രകാരിയാണ് മലോറി. അവളിപ്പോൾ ഗർഭിണിയാണ്. പെട്ടെന്ന് അവളുടെ ചേച്ചി അവിടേക്ക് കയറി വരുന്നു. നീ പുറത്തേക്കൊന്നും ഇറങ്ങാതെ വീട്ടിൽ തന്നെ അടച്ചിരിക്കുവാണോ? വെളിയിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയുന്നില്ലേ? എവിടെയൊക്കെയോ എന്തൊക്കെയോ പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട്. ആ TV ഒന്ന് വെച്ച് നോക്കാൻ പറയുകയും അങ്ങനെ മലോറി TV വെക്കുമ്പോൾ അതിൽ വാർത്ത കാണുകയും ചെയ്യുന്നു. യൂറോപ്പിലും റഷ്യയിലും പ്രത്യേക അസുഖം ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും സ്വന്തമായി ആത്മഹത്യ ചെയ്യുന്നു. എന്താണ് കാരണമെന്ന് ഇതുവരെയും വ്യക്തമല്ല. അതിനാൽ അമേരിക്കയിലേക്കുള്ള അതിർത്തികൾ മുഴുവൻ അടച്ചിരിക്കുകയാണ് എന്നൊക്കെ വാർത്തയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് റഷ്യയിലല്ലേ സംഭവിക്കുന്നത്? ഇവിടെ വലിയ പ്രശ്നമൊന്നുമില്ലെന്ന് മലോറി പറയുമ്പോൾ നീ ഇങ്ങനെ അടച്ചിരിക്കാതെ പുറത്തേക്കൊന്നു വാ, ഇന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ പോയി ഒരു ചെക്കപ്പ് നടത്താമെന്നൊക്കെ ചേച്ചി പറയുകയും അങ്ങനെ അന്ന് അവർ ഹോസ്പിറ്റലിലേക്ക് പോവുകയും ചെയ്യുന്നു. നടന്നു പോകുന്നതിനിടെ അവിടെ ഒരു സ്ത്രീ ജനൽ ചില്ലിലൂടെ പുറത്തേക്ക് നോക്കി ഫോണിൽ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഡോക്ടർ അവളുടെ വയറൊക്കെ പരിശോധിക്കുകയും കുഞ്ഞിന്റെ ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യും. അങ്ങനെ അതിനെ പറ്റിയൊക്കെ അവർ കുറെ നേരം അവിടെ ഇരുന്ന് സംസാരിക്കുകയും എന്റെ കാമുകൻ മരിച്ചു പോയത് കൊണ്ട് അച്ഛനില്ലാതെ ഈ കുഞ്ഞിനെ എങ്ങനെ വളർത്തുമെന്നൊക്കെ അവൾ പറയുമ്പോൾ നിങ്ങൾ അങ്ങനെയൊന്നും പറയരുത്. കുഞ്ഞില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ദത്തെടുക്കാൻ തയ്യാറുള്ള ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. അങ്ങനെ വല്ലതും തോന്നിയാൽ ഇതിലേക്ക് വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞ് ഡോക്ടർ ഒരു കാർഡ് കൊടുക്കും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ചേച്ചി വണ്ടി എടുക്കാനായി പുറത്തേക്ക് പോയിരിക്കുകയാണ്. മലോറി ആണെങ്കിൽ ടോയ്ലറ്റിലേക്ക് പോയിട്ട് തിരിച്ച് നടന്നു വരുന്നതിനിടെ പുറത്തേക്ക് നോക്കിയിരുന്ന പെൺകുട്ടി ചില്ലിൽ തലയിടിച്ച് സ്വന്തമായിട്ട് ചാവാൻ ശ്രമിക്കുന്നതായി കാണുകയും പെട്ടെന്ന് അവൾ മലോറിയെ തന്നെ തുറിച്ചു നോക്കുന്നതായി കണ്ട് അവൾ പേടിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഓടി നേരെ ചെന്ന് വണ്ടിയിലേക്ക് കയറുകയും എല്ലാരെയും ഭ്രാന്തരാക്കുന്ന ആ സംഭവം യൂറോപ്പിൽ നിന്ന് ഇവിടെയും എത്തിയിട്ടുണ്ടെന്നും ഞാനത് നേരിട്ട് കണ്ടുവെന്നും പെട്ടെന്ന് വണ്ടി എടുക്കാനുമൊക്കെ അവൾ പറയുന്നു. പെട്ടെന്ന് അവിടെ മുഴുവൻ ഓരോ വണ്ടിയൊക്കെ വന്ന് ഇടിച്ചു കയറി ആകെ പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് അവർ ആകെ ടെൻഷനോടെ വണ്ടിയെടുത്ത് അവിടെ നിന്ന് മുന്നോട്ട് വിടുകയും എങ്ങോട്ട് പോകണമെന്നറിയാതെ പൊക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എല്ലായിടത്തും ഓരോ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. നല്ല രീതിയിൽ എന്തോ പ്രശ്നം നടക്കുന്നുണ്ട്. നീ എന്തായാലും എന്നോടൊപ്പം വന്ന് എന്റെ വീട്ടിൽ നിൽക്കാനൊക്കെ ചേച്ചി പറയുകയും നാട്ടിലൊക്കെ ഇതുവരെ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉള്ളതായിട്ടൊക്കെ അവർ കാണുകയും ചെയ്യും. തൊട്ടടുത്ത് നിൽക്കുന്ന ആളുകൾക്കൊക്കെ എന്തൊക്കെയോ സംഭവിക്കുകയാണ്. സിഗ്നൽ ഒന്നും നോക്കണ്ട, നീ വണ്ടി എടുത്തോണ്ട് പോകാനൊക്കെ മലോറി വിളിച്ചു പറയുമ്പോൾ അതൊന്നും പറ്റില്ലെന്നൊക്കെ ചേച്ചി പറയുകയും നീ വണ്ടി ഒന്ന് എടുക്കടി എന്ന് പറഞ്ഞ് അവർ പിന്നെ ഒന്നും ചിന്തിക്കാതെ സിഗ്നലൊക്കെ തെറ്റിച്ച് വണ്ടി എടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്യും. പൊക്കൊണ്ടിരിക്കുന്നതിനിടെ പുറകിൽ കിടക്കുന്ന ഫോൺ ബെല്ലടിക്കുന്നതായി അവർ കേൾക്കുകയും മലോറി ബാഗിൽ നിന്ന് ഫോൺ എടുക്കാനായി തിരിയുന്നതിനിടെ അയ്യോ ഞാൻ എന്തായി കാണുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചേച്ചി വല്ലാതെ ബഹളം വെക്കുകയും എന്താ പ്രശ്നമെന്ന് പറഞ്ഞുകൊണ്ട് അവൾ തിരിഞ്ഞു നോക്കുമെങ്കിലും അവിടെ ഒന്നും കാണുന്നില്ല. എന്നാൽ ചേച്ചി ആകെ വല്ലാത്ത വെപ്രാളത്തിലിരിക്കുകയും അപ്പോൾ തന്നെ അവൾ ആത്മഹത്യ ചെയ്യാൻ തയ്യാറായി വണ്ടി ഒരു ലെവലുമില്ലാതെ എങ്ങോട്ടൊക്കെയോ ഓടിക്കുകയും ചെയ്യും. മലോറി അതിൽ നിന്നൊക്കെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുമെങ്കിലും വണ്ടി വാക്കല്ലാതെയൊക്കെ പറന്ന് നേരെ ചെല്ലുകയും വേറൊരു വണ്ടിയിൽ ഇടിച്ച് അത് തലകുത്തനെ മറിഞ്ഞ് നിരങ്ങി നിൽക്കുകയും ചെയ്യും. ഇതോടെ മലോറി എങ്ങനെയെങ്കിലും അതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുകയാണ്. അവൾ നോക്കുമ്പോൾ ചേച്ചി നേരെ എണീച്ച് റോഡിലേക്ക് നടന്നു ചെന്ന് നിൽക്കുകയും ഒരു ലോറിയുടെ മുന്നിലേക്ക് ചാടി അത് ഇടിച്ച് തെറിപ്പിച്ച് അവിടെ നിന്ന് പോവുകയും ചെയ്യും. അവിടെ മുഴുവൻ ആകെ പ്രശ്നമായിരിക്കുന്നതിന്റെ ഇടയിലൂടെ മലോറി മുന്നോട്ട് ഓടാൻ ശ്രമിക്കുമെങ്കിലും എങ്ങോട്ട് പോകണമെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. നാട്ടിൽ മുഴുവൻ എല്ലാവരും പരിഭ്രാന്തരായിരിക്കുന്നു. ഓടിക്കൊണ്ടിരിക്കുന്നതിനിടെ അവൾ മറിഞ്ഞു വീണ് വയറ് താഴെ ഇടിക്കുകയും ചെയ്യുന്നു. ഇത് കണ്ട് അവിടെ നിന്ന ഒരു സ്ത്രീ അവളെ സഹായിക്കാനായി ഓടി വരുമ്പോൾ നീ അതൊന്നും നോക്കണ്ട, വീട്ടിനുള്ളിലേക്ക് കയറാൻ അവളുടെ ഭർത്താവ് വിളിച്ചു പറയും. എന്നാൽ അവരതൊന്നും കേൾക്കാതെ അവളെ സഹായിക്കാനായി ഓടി വരുന്നതിനിടെ മലോറി വീണ്ടും മറിഞ്ഞു വീഴുകയും പെട്ടെന്ന് അവർ മുന്നോട്ട് നോക്കി അമ്മേ നിങ്ങൾ പോവല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വല്ലാതെ നടക്കാൻ തുടങ്ങുന്നു. അവരുടെ ഭർത്താവ് വീട്ടിൽ നിന്ന് ഈ കാഴ്ച കാണുന്നുണ്ട്. അവൾ നേരെ നടന്നു ചെന്ന് കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയുടെ ഉള്ളിലേക്ക് കയറുകയും ഈ സമയം ഒരുത്തം വന്ന് മലോറിയെ പിടിച്ചെഴുന്നേൽപ്പിച്ച് അവിടെ നിന്ന് ആ വീട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. അപ്പോഴേക്കും മറ്റേ സ്ത്രീ അതിനകത്തിരുന്ന് കത്തി ചാമ്പലായിരിക്കുകയാണ്. അങ്ങനെ അവൻ ചെന്ന് വാതിലിൽ തട്ടി വിളിക്കുകയാണ്. പെട്ടെന്ന് ഒരു പെൺകുട്ടിയും അവിടേക്ക് ഓടി വന്ന് അവളും വാതിലിൽ തട്ടി വിളിക്കുകയാണ്.
വീഴുകയും ഇതോടെ വീട്ടിലുണ്ടായിരുന്ന ഒരാൾ വാതിൽ തുറന്ന് അവരെ എല്ലാം ഉള്ളിലേക്ക് കയറ്റുകയും ചെയ്യുന്നു. ഇതോടെ മരിച്ച സ്ത്രീയുടെ ഹസ്ബൻഡ് മലോറിയോട് നിന്നെ കാരണമാണ് അവൾ മരിച്ചത് എന്നൊക്കെ പറയുന്നു. അങ്ങനെ എല്ലാവരും ടെൻഷനോടെ അവിടെ ഇരുന്ന് തങ്ങളുടെ വേണ്ടപ്പെട്ടവരെയൊക്കെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും റേഞ്ച് ഒന്നും കിട്ടുന്നില്ല. അങ്ങനെ അവർ പരസ്പരം അവിടെ ഇരുന്ന് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്നൊക്കെ അവർ പറയുമ്പോൾ ഒന്നും ചെയ്യാനില്ല, നമ്മളെല്ലാവരും മരിക്കാൻ പോവുകയാണെന്നൊക്കെ ഓരോരുത്തർ പറയും. ടിവിയിലും നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളൊരു വീടിന്റെ ഫൗണ്ടേഷൻ കുഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് കോൺട്രാക്ടർ നേരെ ബുൾഡോസറിന്റെ മുന്നിലേക്ക് കയറി അങ്ങ് കിടന്നു. ഓപ്പറേറ്റർ ആണെങ്കിൽ നേരെ കുഴിയിലേക്ക് ചാടി ആത്മഹത്യ ചെയ്തു. അവരൊക്കെ എന്തോ കണ്ടിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതെന്താണെന്ന് അറിയാൻ പറ്റുന്നില്ല. നമ്മൾ അതിലേക്ക് നോക്കുവാണെങ്കിൽ അപ്പോഴേ ആത്മഹത്യ ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സമയമൊക്കെ മലോറി അമ്മയെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കിട്ടുന്നില്ല. നമ്മൾ ഒരു കാരണവശാലും ആ സാധനത്തിലേക്ക് നോക്കാൻ പാടില്ല. പെട്ടെന്ന് ജനലുകളൊക്കെ അടയ്ക്കാൻ പറഞ്ഞുകൊണ്ട് അവർ അവിടുത്തെ എല്ലാ വിൻഡോയും ക്ലോസ് ചെയ്യുന്നു. ഇതിനിടെ അവിടെ നിൽക്കുന്നവരുടെ ഫോണിലേക്ക് ഒരു കോൾ വരികയും എടുത്തു നോക്കുമ്പോൾ അവരുടെ മകളാണ് സംസാരിക്കുന്നത്. മോളെ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെന്താ വെളിയിൽ കാണുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ആ പെൺകുട്ടിയുടെ ഫോൺ താഴെ വീഴുന്ന ശബ്ദം അവർ കേൾക്കുകയും അവർ അപ്പോൾ തന്നെ മോളുടെ പിറകെ വെളിയിലേക്ക് ഇറങ്ങി പോവുകയും ചെയ്യും. അവർ ന്യൂസിൽ നോക്കുമ്പോൾ പ്രസിഡന്റ് രാജ്യത്തോട് സംസാരിക്കാൻ പോവുകയാണ്. എന്നാൽ സംസാരിക്കുന്നതിന് തൊട്ടു മുമ്പായി തന്നെ ടിവിയിലെ സിഗ്നൽ മുഴുവൻ ഓഫ് ആവുന്നു. ഇതെന്തൊക്കെയായി നടക്കുന്നതെന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഇത് ലോകം അവസാനിക്കാൻ പോകുന്നതിന്റെ സൂചനയാണെന്നൊക്കെ കൂടെയുള്ള ഒരുത്തൻ അവരോട് പറയുന്നു. പല മതങ്ങളിലും ഐതിഹ്യങ്ങളിലും ഒക്കെ ചെകുത്താനെ പറ്റി പറയുന്നുണ്ട്. ചെകുത്താൻ ലോകം മൊത്തം കീഴടക്കും. ഇത് അത് തന്നെയാണ്. ഒരു പ്രത്യേക രൂപം പ്രാപിച്ച ചെകുത്താൻ മനുഷ്യരെല്ലാം ഇല്ലാതാക്കുകയാണെന്നൊക്കെ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നീ ഒരു ഡെലിവറി ബോയ് അല്ലേ, നിനക്കിതൊക്കെ എങ്ങനെ അറിയാമെന്ന് ചോദിക്കുന്നു. ഇതൊക്കെ ഇന്റർനെറ്റിൽ നിന്ന് കിട്ടുന്നതാണ്, ഞാനൊരു എഴുത്തുകാരനാണെന്നൊക്കെ അവൻ പറയുന്നു. ഇതിനിടെ മലോറി അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയും അവിടെ ഒരിടത്ത് ചെന്ന് ഇരിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരുത്തൻ അവിടേക്ക് വന്ന് നീ ഒറ്റയ്ക്ക് എവിടേക്ക് പോവുകയാണെന്നൊക്കെ ചോദിക്കും. വെറുതെ ഇങ്ങോട്ടൊന്ന് വന്നതാണെന്നൊക്കെ പറയുമ്പോൾ ആ വീഴ്ച നിങ്ങൾക്ക് നല്ല ഷോക്ക് വരുത്തിയിട്ടുണ്ടെന്ന് തോന്നും, നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ അവൻ ചോദിക്കുന്നു. ഞാനും എന്റെ ചേച്ചിയും കൂടി കാറിൽ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അവൾ എന്തോ കണ്ടു. അതോടെ അവൾ മൊത്തത്തിൽ അങ്ങ് മാറിപ്പോയി. എന്റെ കൺമുന്നിൽ വെച്ചാണ് അവൾ മരിച്ചത്. ആ സംഗതി കണ്ട ശേഷം അവൾക്ക് വല്ലാത്ത വെപ്രാളമായിരുന്നു. ഇന്ന് വരെ എന്റെ ചേച്ചിയെ ഞാൻ ആ രീതിയിൽ കണ്ടിട്ടില്ല. അതിനുശേഷം ഞാൻ മറിഞ്ഞു വീണ് കടന്നപ്പോ ഈ വീട്ടിൽ നിന്നൊരു സ്ത്രീ എന്നെ സഹായിക്കാനായി വന്നു. എന്നാൽ എന്റെ അടുത്തെത്തിയിട്ട് അവൾ അപ്പുറത്തേക്ക് നോക്കി അവളുടെ അമ്മയോട് സംസാരിക്കാൻ തുടങ്ങി. ഇതിനിടെ മറ്റേയാൾ അവിടേക്ക് വന്ന് ആ സ്ത്രീ എന്റെ ഭാര്യയായിരുന്നു, അവൾ ഒരിക്കലും അമ്മയോട് സംസാരിക്കില്ല, അവളുടെ അമ്മ മരിച്ചിട്ട് 10 വർഷമായെന്ന് അയാൾ പറയുന്നു. അതെല്ലാം കഴിഞ്ഞ് അന്ന് രാത്രി അവൾ ഉറങ്ങാൻ കിടക്കുകയാണ്. ആ വീടിന് പുറത്തെങ്ങും ഇപ്പോൾ ഒറ്റ മനുഷ്യനില്ല. അത് കഴിഞ്ഞ് 3 ദിവസങ്ങൾക്ക് ശേഷമാണ് പിന്നീട് കാണിക്കുന്നത്. അവരുടെ വീട്ടിലുള്ള റേഡിയോയിൽ വാർത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ ശബ്ദം ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യം പറയാനുണ്ട്. അടച്ചിട്ടിരിക്കുന്ന ഒരു വീടിനുള്ളിലേക്ക് ഒരിക്കലും ആ സാധനം കയറി വരില്ല. അതുകൊണ്ട് നിങ്ങൾ വീടിനുള്ളിലാണെങ്കിൽ അവിടെ തന്നെ ഇരിക്കുക, പുറത്തേക്ക് ഒരു കാരണവശാലും പോകരുത്. അതിലേക്ക് നോക്കിയാലാണ് പ്രശ്നം, നോക്കാതിരിക്കുന്നിടത്തോളം യാതൊരു കുഴപ്പവും സംഭവിക്കുന്നതല്ല. എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടിയാൽ ഉടൻ തന്നെ അത് അറിയിക്കുന്നതാണെന്നൊക്കെ അതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ തന്നെ നമ്മുടെ ഫുഡൊക്കെ തീരാറായി, ഇനി എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത് തീർന്നാൽ പുറത്തുപോയി എടുത്തിട്ട് വരണമെന്ന് അവൻ പറയുകയും പിന്നെ വരേണ്ടി വരില്ലെന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ വാതിലിൽ ആരോ മുട്ടുന്നതായി അവർ കേൾക്കുകയും എല്ലാവരും അവിടേക്ക് ചെല്ലുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് ഞങ്ങളെ കേൾക്കാൻ കഴിയുന്നുണ്ടോ എന്ന് അവൻ ചോദിക്കുമ്പോൾ അപ്പുറത്ത് നിന്ന് ഒരു പെൺകുട്ടി കേൾക്കാൻ കഴിയുന്നുണ്ട്, എന്നെ ഒന്ന് അകത്തോട്ട് വിടുമോ എന്നൊക്കെ ചോദിക്കും. ഇത് തുറന്നാൽ പ്രശ്നമാണെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ തോക്കെടുക്കാൻ വരുമ്പോൾ മലോറി തോക്കെടുത്ത് അയാളുടെ നേർക്ക് ചൂണ്ടുകയും മാറി അങ്ങോട്ട് നിൽക്കാൻ പറയുകയും ചെയ്യും. ഇതോടെ ടോം എന്ന നായകൻ ഒരു പുതപ്പെടുത്തുകൊണ്ട് വരാൻ പറയുകയും ഞാനിപ്പോ ഒരു തുണി തരും, അതുപയോഗിച്ച് കണ്ണ് കെട്ടിയിട്ട് വേണം നീ അകത്തേക്ക് വരാനെന്ന് പറഞ്ഞ് അവൻ കൺമൂടി അവൾക്ക് കൊടുക്കുകയും എല്ലാവരും കണ്ണ് പൊത്തി നിൽക്കുകയും ചെയ്യുന്നു. അല്പസമയത്തിനുള്ളിൽ അവൾ ഉള്ളിലേക്ക് വരികയും കുഴപ്പമൊന്നുമില്ലെന്ന് ടോം അവരോട് വിളിച്ചു പറയുന്നതോടെ അവർ നോക്കുമ്പോൾ ഗർഭിണിയായ ഒരു പെൺകുട്ടി ഉള്ളിലേക്ക് എത്തിയിരിക്കുകയാണ്. നിങ്ങൾ ഗർഭിണിയാണല്ലേ എന്ന് അവർ ചോദിക്കുമ്പോൾ 7 മാസമായെന്ന് അവൾ പറയുകയും ഞാൻ 8 മാസമായെന്ന് മലോറി അവളോട് പറയുകയും ചെയ്യും. ഫുഡൊക്കെ തീർന്നു തുടങ്ങി, ഇനി ഈ പ്രസവ വാർഡിലിരുന്ന് വായു തിന്നാനേ പറ്റുള്ളൂ എന്നൊക്കെ അവിടുത്തെ കിളവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തൊട്ടപ്പുറത്തെ വീട്ടിലാണ് താമസിക്കുന്നത്. എന്റെ ഭർത്താവ് കഴിഞ്ഞ മാസം ജോലി സ്ഥലത്തേക്ക് പോയി, 2 ദിവസം ഒറ്റയ്ക്ക് വീട്ടിൽ പിടിച്ചു നിന്നു, അത് പറ്റാതായപ്പോഴാണ് ഇറങ്ങി ഇവിടേക്ക് വന്നതെന്ന് അവൾ പറയും. നമ്മളെങ്ങനെ ആ സാധനത്തിന്റെ കണ്ണിൽ പെടാതെ ഫുഡ് ഒപ്പിക്കുമെന്ന് അവർ പറയുമ്പോൾ അതിനൊരു വഴിയുണ്ട്, എല്ലാവരും മുകളിലേക്ക് വരാൻ അവൻ പറയുന്നു. അങ്ങനെ എല്ലാവരും മുകളിലെ റൂമിലെത്തുമ്പോൾ അവൻ അവരോട് സംസാരിക്കുന്നു. ഈ വീടിന്റെ ചുറ്റിനും ക്യാമറകളുണ്ട്, ആ ക്യാമറയിലൂടെ എല്ലാ കാര്യങ്ങളും ഈ മോണിറ്ററിൽ കാണാൻ കഴിയും. നേരിട്ടതിനെ നോക്കുമ്പോഴല്ലേ പ്രശ്നമുള്ളത്. ഇതാണെങ്കിൽ ഡിജിറ്റൽ സിഗ്നലുകളാണ്. ക്യാമറയിലേക്ക് കയറുന്ന ലൈറ്റിനെ സെൻസർ ചെയ്ത് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ക്രീനിൽ കുറച്ച് കളറുകൾ കാണിക്കുന്നതാണ് ഈ ഡിജിറ്റൽ സിഗ്നലിന്റെ പ്രത്യേകത. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ അതിനെ നേരിട്ട് കാണുന്നില്ല. ഇതിലൂടെ കാണുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് അവൻ പറയുമ്പോൾ ചിലപ്പോൾ അങ്ങനെ സ്ക്രീനിലൂടെ കാണുന്നതിനും പ്രശ്നമുണ്ടെങ്കിലോ എന്ന് അവർ ചോദിക്കും. അതൊരിക്കലും പറയാൻ കഴിയില്ല, പക്ഷേ എനിക്ക് തോന്നുന്നത് ഉറപ്പായിട്ടും ഈ സ്ക്രീനിലൂടെ കാണുന്നതിൽ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ലെന്നൊക്കെ അവൻ പറയും. പക്ഷേ ഇതൊരു അബദ്ധമായിരിക്കുമെന്നൊക്കെ കിളവൻ പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാ അബദ്ധം തന്നെയല്ലോ, അത് നോക്കിയിട്ട് കാര്യമില്ല. ഇനി എത്ര നേരം കൂടി കറണ്ട് ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് പറ്റത്തില്ലെങ്കിൽ ഈ സാധനം ഞാൻ തന്നെ നോക്കാമെന്നും ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾ നോക്കിയാൽ മതിയെന്നും അവൻ പറയും. അങ്ങനെ സേഫ്റ്റിക്ക് വേണ്ടി അവർ അവന്റെ കൈയൊക്കെ ഇരിക്കുന്ന കസാരയിൽ കെട്ടിയിട്ട് CCTVയുടെ റിമോട്ടും കൊടുത്ത് എല്ലാവരും അവിടെ നിന്ന് പുറത്തേക്ക് പോകും. അങ്ങനെ അവൻ അതിനെ കാണാനായി പുറത്തുള്ള ക്യാമറകളും നോക്കി ഇരിക്കുകയാണ്. ഈ സമയം മറ്റുള്ളവരെല്ലാം താഴെ ചെന്ന് അവരവരുടെ ജോലികളും ചെയ്ത് എന്ത് സംഭവിക്കുമെന്നറിയാൻ
അറിയാതെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവനാണെങ്കിൽ ആ സംഭവം എന്താണെന്ന് കാണാൻ വേണ്ടി നോക്കിക്കൊണ്ടേയിരിക്കുന്നു. ഇതിനിടെ മലോറി ഗ്ലോറസിനോട് സംസാരിക്കുകയും ഇത് വർക്കൗട്ട് ആകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരു ചാൻസും ഇല്ലെന്ന് പറയുകയും ചെയ്യുന്നു. ഈ സമയം വെയിറ്റ് ചെയ്തിരിക്കുന്നവൻ നോക്കുമ്പോൾ ഒരു ക്യാമറയിൽ എന്തോ വരുന്നതായി അവന് മനസ്സിലാവുകയും അത് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടെ അവന് മൊത്തത്തിൽ മാറ്റം സംഭവിക്കുകയും ചെയ്യും. പെട്ടെന്ന് താഴെ നിൽക്കുന്നവർ മുകളിൽ എന്തോ ശബ്ദം കേൾക്കുകയും എല്ലാവരും ഓടി അവിടേക്ക് കയറി ചെല്ലുമ്പോഴേക്കും എല്ലാം തട്ടിത്തെറിപ്പിച്ചിട്ട് അവൻ മറിഞ്ഞു വീണ് തലയിടിച്ച് മരിക്കുന്നു. മറ്റുള്ളവർ കണ്ണു മൂടി അവിടേക്ക് വന്ന് സ്ക്രീൻ ചവിട്ടി പൊളിക്കുകയും ഇനി കുഴപ്പമില്ല എല്ലാവരും കണ്ണു തുറക്കാൻ പറഞ്ഞുകൊണ്ട് നോക്കുമ്പോൾ അവൻ മരിച്ചു കിടക്കുന്നതായി അവർ കാണുകയും ചെയ്യുന്നു. മലോറി ആണെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഡോഗ്ലസ് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അന്ന് രാത്രിയായിരിക്കുകയാണ്. ഒളിമ്പിയ മലോറിയയുടെ അടുത്തേക്ക് വരികയും അവർ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ചിട്ട് എന്റെ ഭർത്താവ് ഒരിക്കലും തിരിച്ചു വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നിന്റെ ഭർത്താവിന്റെ കാര്യം എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാതെ അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയും തൊട്ടപ്പുറത്ത് ചെന്ന് ഇരിക്കുകയും ചെയ്യുന്നു. പെട്ടെന്ന് ജനലിന്റെ പുറത്ത് എന്തോ സംഭവിക്കുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലാവുന്നു. അങ്ങനെ 2 ദിവസം കൂടി കഴിഞ്ഞിരിക്കുകയാണ്. കയ്യിലുണ്ടായിരുന്ന ഫുഡെല്ലാം തീർന്നിട്ട് എന്ത് ചെയ്യുമെന്നറിയാതെ എല്ലാവരും അതിനെപ്പറ്റി ആലോചിക്കുകയാണ്. ഞാനൊരു ഐഡിയ പറയാം. ഞാൻ ജോലി ചെയ്യുന്ന സൂപ്പർ മാർക്കറ്റിലേക്ക് ചെന്നാൽ ഫുഡൊക്കെ എടുക്കാൻ പറ്റും. നാട്ടിൽ മുഴുവൻ പ്രശ്നം സംഭവിച്ചപ്പോൾ അവസാനമായി ഷോപ്പ് പൂട്ടിയിറങ്ങിയത് ഞാനാണ്. അവിടുത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് നല്ലപോലെ അറിയാം എന്നൊക്കെ പറയുമ്പോൾ പക്ഷേ നമ്മൾ അവിടേക്ക് എങ്ങനെ പോകുമെന്ന് അവർ പറയുകയും പോകാൻ ഞാൻ റെഡിയാണെന്ന് ഡോഗ്ലസ് പറയുകയും ഇത് കേട്ട് മലോറിയും ടോമും പെൺകുട്ടിയും പോകാൻ തയ്യാറാവുന്നു. നമ്മളോടൊപ്പം നീയും വരണമെന്ന് അവർ ചാർലിയോട് പറയുമ്പോൾ പുറത്തേക്ക് വരാനൊന്നും എന്നെ കിട്ടില്ലെന്ന് അവൻ പറയുന്നു. നീ വന്നെങ്കിലേ ഈ കാര്യങ്ങളൊക്കെ നടക്കൂ, അവിടുത്തെ കാര്യമൊക്കെ നിനക്കേ അറിയത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവർ നിർബന്ധിക്കുകയും ഒടുവിൽ അവനതിന് തയ്യാറാവുകയും ചെയ്യും. അങ്ങനെ അവർ നേരെ കാർ ഷെഡിലേക്ക് ചെല്ലുകയും വണ്ടിയുടെ ഗ്ലാസ് മുഴുവൻ മറച്ചിട്ട് സേഫ് ആയിട്ട് നമുക്ക് പോകാമെന്ന് പറയുമ്പോൾ അപ്പോൾ നമുക്ക് വഴി എങ്ങനെ മനസ്സിലാവുമെന്ന് ചാർലി ചോദിക്കുകയും മാപ്പ് ഉപയോഗിച്ച് പോകാമെന്ന് ടോം പറയുകയും ചെയ്യും. അങ്ങനെ അവർ വണ്ടിയുടെ ക്യാമറ ഉൾപ്പെടെ എല്ലാ ഭാഗങ്ങളും പുറത്തേക്ക് കാണാൻ കഴിയാത്ത രീതിയിൽ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ശേഷം വണ്ടിയിൽ കയറിയിരുന്ന് കടയിലേക്കുള്ള റൂട്ട് മാപ്പ് ഇടുകയും ഗ്യാരേജ് പൂർണ്ണമായി തുറന്ന് പതിയെ വണ്ടി പുറകോട്ടെടുത്ത് മാപ്പിൽ പറയുന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ തുടങ്ങുകയും ചെയ്യുന്നു. അതിൽ കാണിക്കുന്ന റൂട്ടിലൂടെ പതിയെയാണ് അവർ പോകുന്നത്. ഇടയ്ക്ക് വണ്ടി എന്തിലേക്കോ കയറുന്നുണ്ട്. അതെന്താണെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. യഥാർത്ഥത്തിൽ അവിടെയുള്ള മനുഷ്യരുടെ ദേഹത്ത് കൂടിയാണ് വണ്ടി കയറുന്നത്. അങ്ങനെ അവർ തൊട്ടടുത്തുള്ള വളവിലെത്തുകയും വണ്ടിയുടെ ഏതൊക്കെ ഭാഗത്ത് സാധനങ്ങൾ ഉണ്ടെന്ന് സെൻസറിൽ കാണിക്കുന്നതനുസരിച്ച് അവർ ഒഴിഞ്ഞു മാറിയൊക്കെ പോവുകയും ചെയ്യും. എന്നാൽ പൊക്കൊണ്ടിരിക്കുന്നതിനിടെ തങ്ങളുടെ ഫ്രണ്ടിൽ മുഴുവൻ എന്തോ സംഗതി ഉള്ളതായി കാണുകയും ഫ്രണ്ടിൽ ട്രക്ക് എന്തോ മറിഞ്ഞു കിടപ്പുണ്ടെന്ന് തോന്നുന്നു. റിവേഴ്സ് എടുത്ത് പോകാമെന്ന് പറഞ്ഞ് അവർ പുറകോട്ടെടുക്കാൻ നോക്കും. എന്നാൽ പുറകിലും എന്തോ സാധനം ഉള്ളതായിട്ടാണ് ഇപ്പോൾ കാണിക്കുന്നത്. അതോടൊപ്പം അവരുടെ ചുറ്റും എന്തൊക്കെയോ ശബ്ദങ്ങളും കേൾക്കുന്നുണ്ട്. ഇതോടെ അവർ ആകെ പേടിക്കുകയും പെട്ടെന്ന് അവരുടെ ചുറ്റിനും എന്തോ കിടന്ന് കറങ്ങുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലാവുന്നു. ഇതോടെ എല്ലാവരും ആകെ പേടിച്ചിരിക്കുകയാണ്. അവരുടെ വണ്ടിയെ മുഴുവൻ എന്തോ മൂടി കഴിഞ്ഞിരിക്കുന്നു. വണ്ടി മൊത്തത്തിൽ കുലുങ്ങി അവർ ആകെ പേടിക്കുകയാണ്. എല്ലാവരും പിടിച്ചിരുന്നോ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഒന്നും നോക്കാതെ ടോം വണ്ടി പാറത്തി മുന്നോട്ടെടുക്കുകയും നേരെ ചെന്ന് അവിടുത്തെ സാധനങ്ങളെല്ലാം ഇടിച്ച് തെറിപ്പിച്ച് തൊട്ടടുത്തുള്ള ആ സൂപ്പർ മാർക്കറ്റിലേക്ക് വണ്ടി ഓടിച്ചു കയറ്റി അവരങ്ങ് നിർത്തുന്നു. അവിടെ എല്ലാം ശാന്തമായി കിടക്കുകയാണ്. അങ്ങനെ അവരെല്ലാവരും വണ്ടിയിൽ നിന്ന് കണ്ണൊക്കെ മൂടിക്കെട്ടി പുറത്തേക്ക് ഇറങ്ങുകയും മുന്നോട്ട് നടന്ന് പതിയെ സൂപ്പർ മാർക്കറ്റിന്റെ ഡോറൊക്കെ പൂട്ടഴിച്ച് തുറക്കുകയും ഓരോരുത്തരായി ഉള്ളിലേക്ക് കയറിയ ശേഷം ഡോറ് ക്ലോസ് ചെയ്ത് കൺമൂടി അടിക്കാതെ തന്നെ നേരെ ചെന്ന് അവിടുത്തെ ജനലൊക്കെ ക്ലോസ് ചെയ്യുകയും ശേഷം എല്ലാവരും കൺമൂടി മാറ്റുകയും ചെയ്യും. നോക്കുമ്പോൾ അവർ സേഫായി ഉള്ളിലെത്തിയിരിക്കുകയാണ്. അവിടെ മുഴുവൻ ആഹാര സാധനങ്ങളും മറ്റുമൊക്കെ ഇരിക്കുകയാണ്. ഇതോടെ ബമ്പർ അടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവർ നേരെ സാധനങ്ങളൊക്കെ എടുക്കാൻ തുടങ്ങും. ടോം നേരെ ചെന്ന് അവിടെ നിന്ന് കുറച്ച് വാക്കി ടോക്കി എടുക്കുകയാണ്. അങ്ങനെ ആവശ്യത്തിനുള്ളതെല്ലാം അവർ എടുക്കുകയും അവിടെ വെച്ച് ടോമും മലേറിയും കുറെ നേരം അവിടെ നിന്ന് സംസാരിച്ച് പരിചയപ്പെട്ട് നല്ല അടുത്ത കൂട്ടുകാരാവുകയും ചെയ്യുന്നു. സംസാരിച്ച് പതിയെ അവർ തമ്മിൽ പ്രണയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് സാധനങ്ങൾ എടുക്കുന്നതിനിടെ മലേറി നോക്കുമ്പോൾ അവിടെ ഒരു കൂട്ടിൽ കുറച്ച് കിളികൾ കിടക്കുന്നതായി കാണുകയും നിങ്ങളെ കൂടി ഞാൻ കൊണ്ടുപോകാമെന്ന് അവൾ പറയുകയും ചെയ്യുന്നു. അങ്ങനെ എല്ലാവരും ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞ് ഒരിടത്ത് വന്ന് ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഞാൻ എന്റെ അഭിപ്രായം പറയാം. ഇവിടെയാണെങ്കിൽ നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇതൊക്കെ അടിച്ചു പൊളിച്ച് ഇവിടെ തന്നെ നിന്നൂടെ, ഒരു വർഷത്തേക്കുള്ളതൊക്കെ ഇല്ലേന്നൊക്കെ ഡോഗ്ലസ് ചോദിക്കുമ്പോൾ അപ്പോൾ നമ്മളെ കാത്ത് വീട്ടിൽ നിൽക്കുന്നവരുടെ കാര്യമൊന്ന് അവർ ചോദിക്കുകയും അവരെ പറ്റിയൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാൽ മതി എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ചെയ്യാൻ തന്നെ പോലത്തെ നാറികളല്ല നമ്മളെന്ന് മലോറി പറയുന്നു. പെട്ടെന്ന് പുറകിലെ ഡോറിൽ ആരോ തട്ടുന്നതായി അവരെല്ലാവരും കേൾക്കുകയും അവർ നേരെ അവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ ദയവായി എന്നെ ഒന്ന് അകത്തേക്ക് കയറ്റാമോ എന്നൊക്കെ പറഞ്ഞ് ആരോ പുറത്തു കിടന്ന് ബഹളം വെക്കുകയാണ്. ഞാൻ എന്തായാലും ഡോറ് തുറക്കാൻ പോവുകയാണ്, നിങ്ങളെല്ലാവരും കണ്ണു മൂടിക്കുമെന്ന് ടോം എല്ലാവരോടും പറയുകയും എല്ലാവരും കണ്ണു മൂടുന്നതോടെ അവൻ പതിയെ ഡോറ് തുറക്കാൻ തുടങ്ങുമ്പോഴേക്കും പുറത്തു നിൽക്കുന്ന ആളിന്റെ ശബ്ദം ചാർലിക്ക് മനസ്സിലാവുകയും എടാ നീ നമുക്ക് മീൻ കൊണ്ടുവരുന്ന ആളാണോ എന്ന് അവൻ ചോദിക്കുമ്പോൾ അതെ അയാൾ തന്നെ, ദയവ് ചെയ്തെന്ന് ഡോറ് തുറക്കാനൊക്കെ അയാൾ വിളിച്ചു പറയുന്നു. ഇത് ആരാണെന്നൊക്കെ അവർ ചാർലിയോട് ചോദിക്കുമ്പോൾ ഇവിടെ ഇടയ്ക്കൊക്കെ ജോലി ചെയ്തിരുന്നവനാണെന്നും ഒരു വട്ടനാണെന്നും ഒക്കെ ചാർലി പറയുന്നു. എന്നാൽ അവൻ വെപ്രാളപ്പെട്ടുകൊണ്ട് ഡോറൊന്ന് തുറക്കൂ ഞാനൊന്ന് കയറട്ടെ എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രത്യേക ശബ്ദമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ നോക്കുമ്പോൾ കൂട്ടിൽ കിടക്കുന്ന കിളികളൊക്കെ
കുട്ടികളൊക്കെ ആകെ ബഹളമുണ്ടാക്കുന്നതായി കാണുകയും എന്തോ പ്രശ്നമുണ്ടെന്നൊക്കെ അവർ പറയുമ്പോഴേക്കും നിങ്ങൾ ഇത് കണ്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഡോറ് പൊളിച്ച് ഉള്ളിലേക്ക് കയറാൻ നോക്കുന്നു. അവരെല്ലാവരും തള്ളിയിട്ടും അവന്റെ ശക്തിയോടൊപ്പം പിടിച്ചു നിൽക്കാൻ ആർക്കും കഴിയുന്നില്ല. മറ്റൊരു വഴിയുമില്ലെന്ന് കണ്ട് ചാർലി ഓടിച്ചെന്ന് അവനെ തള്ളിക്കളയാൻ ശ്രമിക്കുന്നതിനിടെ ഡോറടഞ്ഞ് ചാർലി പുറത്തായി പോകുന്നു. ഇതോടെ പുറത്തെന്തോ പ്രശ്നമൊക്കെ നടക്കുന്നതായി അവർ ശബ്ദം കേൾക്കുകയും പേടിച്ചു നോക്കുമ്പോൾ അടിയിലൂടെ രക്തം വരുന്നത് കണ്ട് ചാർലി മരിച്ചിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലാവുകയും ചെയ്യും. ഇതോടെ അവരെല്ലാവരും അവിടെ നിന്ന് മാറിപ്പോയിരിക്കുകയാണ്. വീണ്ടും പുറത്തു നിന്നവൻ എന്നെ ഒന്ന് അകത്തേക്ക് കയറ്റാമോ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. ഇയാൾ എങ്ങനെ അവിടെ മരിക്കാതെ നിൽക്കുന്നത് എന്നൊക്കെ ചോദിച്ച് അവർ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ വീണ്ടും മാപ്പ് നോക്കി നോക്കി അവർ തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നു. ഇതോടെ മറ്റുള്ളവരെല്ലാം ഇറങ്ങി വന്ന് അവരെ നോക്കുകയും നീ കിളികളെയും കൊണ്ടുവന്നോ എന്ന് ചോദിക്കുമ്പോൾ മറ്റേ ജീവികൾ വരുമ്പോൾ ഈ കിളികൾക്ക് അറിയാൻ പറ്റുന്നുണ്ടെന്ന് മലോറി പറയും. ചാർലി എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവൻ ഇനി ഒരിക്കലും തിരിച്ചു വരില്ലെന്നും അവർ പറയും. അങ്ങനെ അന്ന് രാത്രി ഡോഗ്ലസും മലോറിയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തന്നെ കാണുമ്പോഴെല്ലാം എന്റെ അച്ഛനെയാണ് ഓർമ്മ വരുന്നത്. എന്റെ അച്ഛനും നിങ്ങളെപ്പോലെ തന്നെ വെറും ഒരു കിഴങ്ങനായിരുന്നു. അവസാനം അമ്മ കളഞ്ഞിട്ട് പോയെന്നൊക്കെ അവൾ പറയുമ്പോൾ എന്റെ ആദ്യത്തെ 2 ഭാര്യമാരും എന്നെ കളഞ്ഞിട്ട് പോയി. 3ാമത്തെ ആളാണ് ഇപ്പൊ ഉണ്ടായിരുന്നത്. അവളെ നീ കൊല്ലുകയും ചെയ്തെന്നൊക്കെ വളരെ കൂളായി തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഈ സമയം അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന പെൺകുട്ടിയും പയ്യനും കൂടി ആരും അറിയാതെ സാധനങ്ങളൊക്കെ എടുത്ത് ഒരു കാരണവുമില്ലാതെ അവിടെ നിന്ന് ഒളിച്ചോടുകയാണ്. വണ്ടി സ്റ്റാർട്ടാക്കുന്ന ശബ്ദം കേട്ട് മറ്റുള്ളവരെല്ലാം ഓടി വന്ന് ഡോർ തുറന്ന് ഗ്യാരേജിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവരുടെ കാറുമായി മറ്റേ 2 പേരും രക്ഷപ്പെട്ടു പോയിരിക്കുന്നു. ഇതോടെ ഇനി അവർക്ക് ആഹാരം അന്വേഷിച്ച് പുറത്തേക്ക് പോകാൻ കഴിയില്ലെന്ന് അവർക്ക് മനസ്സിലായിരിക്കുകയാണ്. ഇതോടെ ടോമിന് ആകെ ദേഷ്യം വരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് 2 ദിവസം കൂടി കടന്നുപോയിരിക്കുകയാണ്. മലോറി വാക്കി ടോക്കിയിലൂടെ ആരെങ്കിലും കേൾക്കുന്നുണ്ടോന്നൊക്കെ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനിടെ അവിടെ ഒരു ശബ്ദം കേട്ട് അവൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ പുറത്തുള്ള ആരോടോ ഒളിമ്പിയ സംസാരിക്കുകയാണ്. അവൾ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അവൾ ആരെയോ പുറത്തുനിന്ന് ഉള്ളിലേക്ക് കയറ്റിയിരിക്കുന്നു. അയാൾ നന്ദിയൊക്കെ പറഞ്ഞ് പ്രാന്തനെ പോലെ മുന്നോട്ട് വരുമ്പോഴേക്കും മലോറിയ തോക്ക് ചൂണ്ടുകയും ഇത് കണ്ട് അയാൾ താഴെ കിടക്കുമ്പോഴേക്കും ടോം ഓടി വന്ന് നീ ആരാണെന്നൊക്കെ പറഞ്ഞ് അയാളെ മൊത്തത്തിൽ പരിശോധിക്കാൻ തുടങ്ങുന്നു. ഇതാരാ, ഇവനെ എന്തിനാ കയറ്റിവിട്ടതെന്നൊക്കെ ഓരോരുത്തർ ചോദിക്കുമ്പോൾ വാതിലിൽ തട്ടുന്ന കേട്ടിട്ട് ഞാനാണ് കയറ്റിവിട്ടതെന്നൊക്കെ ഒളിമ്പിയ പറയുന്നു. എന്നെ ഒന്നും ചെയ്യരുത്, ഞാൻ ഈ സിറ്റിയിൽ തന്നെ ഉള്ളതാണ്. ഈ പ്രശ്നങ്ങൾ തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ കുറച്ചുപേർ ഒരു വീട്ടിൽ കയറി ഒളിച്ചിരുന്നു. കുഴപ്പമൊന്നുമില്ലാതെ കുറച്ചു ദിവസം കടന്നുപോയി. പക്ഷെ അപ്പോഴേക്കും ചില മാനസിക രോഗികൾ ഞങ്ങളുടെ വീട്ടിലേക്ക് ഇടിച്ചു കയറി വന്നു. അവന്മാര് ഞങ്ങളെ ബലം പ്രയോഗിച്ച് വീട്ടിൽ നിന്ന് പുറത്തിറക്കുകയും ആ സംഭവത്തിലേക്ക് നോക്കാനായി ബലം പ്രയോഗിച്ച് കണ്ണു തുറപ്പിക്കുകയും ചെയ്തു. എന്റെ കൂടെയുള്ള പലരെയും അവന്മാർ ആ സംഭവത്തിലേക്ക് നോക്കിപ്പിച്ചു. പക്ഷെ ഞാൻ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്ന വഴിയാണ്. ഞാൻ എല്ലാ വീട്ടിന്റെയും വാതിലുകളിൽ മുട്ടി, ആരും തുറന്നില്ല. ഇവിടെയാണ് എനിക്ക് ഒരു അഭയം കിട്ടിയത്. നിങ്ങൾ എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടരുത് എന്നൊക്കെ അവൻ പറയുമ്പോൾ അപ്പോൾ നിങ്ങൾ പറഞ്ഞ ആ വട്ടന്മാരുടെ കാര്യം എങ്ങനെയാണെന്ന് ചോദിക്കുന്നു. മാനസിക രോഗമുള്ളവർ ആ സംഭവത്തിലേക്ക് നോക്കിയാൽ മരിക്കത്തില്ല. അതിനു പകരം അവർ ആ സംഭവത്തിന്റെ അടിമകളാവും. ബാക്കിയുള്ള ആളുകളെ നോക്കിപ്പിക്കാൻ അങ്ങനെയുള്ള മാനസിക രോഗികൾ ശ്രമിക്കുമെന്നൊക്കെ അവൻ പറയും. ഇത് കേട്ട് എല്ലാവരും കിളിപോയി നിൽക്കുമ്പോൾ ഡോഗ്ലസ് വന്ന് തോക്ക് പിടിച്ചു വാങ്ങി അവന്റെ നേർക്ക് ചൂണ്ടുകയും ഇറങ്ങി പോടാ അവിടെ നിന്ന്, നീ പറയുന്ന ഒന്നും നമ്മൾ വിശ്വസിക്കാൻ പോകുന്നില്ല, ഇപ്പൊ തന്നെ ഇറങ്ങിക്കോണമെന്നൊക്കെ പറയുമ്പോൾ നിങ്ങളൊന്ന് അടങ്ങാനൊക്കെ മറ്റുള്ളവർ പറയുമെങ്കിലും പുറത്തുനിന്ന് ഉള്ളിലേക്ക് കയറ്റിയ എല്ലാവന്മാരും നമുക്ക് പണി തന്നിട്ടേ ഉള്ളൂ. ഇവനും അതുപോലെ പണി തരാൻ വന്നതായിരിക്കും. അതുകൊണ്ട് ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ ഒരു സ്ത്രീ പുറകിലൂടെ വന്ന് അയാളുടെ തലയ്ക്ക് അടിച്ച് വീഴ്ത്തുന്നു. ശേഷം അവർ അയാളെ കാറിന്റെ ഗ്യാരേജിലേക്ക് ഇട്ട് പൂട്ടിയിരിക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞ് അന്ന് രാത്രി മലോറിയും ഒളിമ്പിയയും സംസാരിക്കുന്നു. ഞാനാണ് അയാളെ ഉള്ളിലേക്ക് കയറ്റിയത്. അയാൾ വാതിലിൽ മുട്ടുന്നത് കേട്ടപ്പോൾ മുമ്പ് ഞാനും വന്ന് ഇതുപോലെ പുറത്തു നിന്നത് എനിക്ക് ഓർമ്മ വന്നു. അന്ന് നിങ്ങൾ എന്നെ അകത്ത് കയറ്റിയില്ലായിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെടില്ലായിരുന്നു. അതുപോലെ അയാൾക്കും സംഭവിക്കാതിരിക്കാനാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് അവൾ പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ലെന്നൊക്കെ മലോറിയ പറയുന്നു. പിന്നെ ഒരു കാര്യം കൂടി, ഞാൻ നിന്നെ പോലെ ബോൾഡ് ആയിട്ടുള്ള ഒരു പെണ്ണല്ല, വെറും ലോലമായ ഹൃദയമുള്ളവളാണ്. അതുകൊണ്ട് എപ്പോഴെങ്കിലും എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ കുഞ്ഞിനെ കൂടി നീ നോക്കിക്കൊള്ളണേന്ന് അവൾ പറയുമ്പോൾ നമുക്കാർക്കും ഒന്നും സംഭവിക്കില്ലെന്ന് മലോറിയ അവളോട് പറയും. അങ്ങനെ പിറ്റേന്ന് എല്ലാവരും അടുക്കളയിൽ നിൽക്കുകയാണ്. പുതുതായി വന്നവനും അവരോടൊക്കെ സംസാരിച്ച് പാട്ടൊക്കെ കേട്ട് നിൽക്കുന്നു. മലോറിയ ആണെങ്കിൽ പുറത്തെവിടെയെങ്കിലും ആരെങ്കിലും ഉണ്ടോന്നറിയാനായി വയർലെസ്സിലൂടെ ആരെങ്കിലും ഉണ്ടോന്ന് വിളിച്ച് ചോദിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് അവിടെ നിന്ന് ഒളിമ്പിയയ്ക്ക് വല്ലാത്ത വേദന അനുഭവപ്പെടുകയും എന്റെ കുഞ്ഞ് പുറത്തേക്ക് വരാൻ പോവുകയാണെന്ന് തോന്നുന്നുവെന്ന് അവൾ പറയുമ്പോൾ കുറച്ച് ടവലും വെള്ളവും കത്രികയുമായിട്ട് മുകളിലേക്ക് വരാനും ഞാൻ ഇവളെ നോക്കിക്കൊള്ളാമെന്നും അമ്മുമ്മ പറയുന്നു. അവൾക്ക് പ്രസവ വേദന തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ മലോറിയ പെട്ടെന്ന് ചെന്ന് സാധനങ്ങൾ എടുത്ത് വരുന്നതിനിടെ അവൾക്കും അസ്വസ്ഥത തോന്നുന്നു. നോക്കുമ്പോൾ അവളുടെ ഫ്ലൂയിഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതോടെ അവളും പ്രസവിക്കാൻ പോവുകയാണെന്ന് മനസ്സിലാവുകയും അത് കാര്യമാക്കാതെ അവൾ ചെന്ന് ഒളിമ്പിയയ്ക്ക് വേണ്ടി വെള്ളമൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ ടോം അവിടേക്ക് വന്ന് നോക്കുമ്പോൾ മലോറിയ പ്രസവിക്കാൻ പോവുകയാണെന്ന് മനസ്സിലാവുകയും ചെയ്യുന്നു. മറ്റവൻ ഇതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ അവളെയും ടോം പിടിച്ച് മുകളിലേക്ക് കൊണ്ടുപോവുകയും രണ്ടുപേരും പ്രസവ വേദന കൊണ്ട് നിലവിളിക്കാൻ തുടങ്ങുകയും ചെയ്യും. അങ്ങനെ അവർ രണ്ടും അവിടെ പ്രസവിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടതെല്ലാം ടോം കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. ഈ സമയം പുതുതായി വന്ന ആൾ തന്റെ ബാഗുമായി ഒരു പ്രത്യേക രീതിയിലൊക്കെ നോക്കി ഒരിടത്ത് വന്നിരിക്കുകയും ബാഗിൽ നിന്ന് തന്റെ ബുക്ക് എടുത്ത് തുറക്കുകയും ചെയ്യുന്നു. അതിൽ പ്രത്യേക രീതിയിലുള്ള കുറച്ച് ചിത്രങ്ങളാണ്. അതെല്ലാം അവിടെ നിർത്തി വെച്ചിട്ട് അയാൾ പുതിയൊരു പേജ് എടുത്ത് അടുത്തത് വരയ്ക്കാൻ തുടങ്ങുന്നു. ഇതിനിടെ അവിടെ പുളഞ്ഞുകൊണ്ടിരുന്ന മലോറിയ ഒരു കുഞ്ഞിനെ പ്രസവിക്കുകയും
ആൺകുട്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് അമ്മുമ്മ അതിനെ എടുത്ത് അവളുടെ കയ്യിലേക്ക് കൊടുക്കുകയും ചെയ്യും. കുഞ്ഞ് കരയുന്ന ശബ്ദം അയാൾ കേൾക്കുകയും അപ്പോൾ തന്നെ അവൻ അവിടെ ഇരുന്ന കിളികളെ എല്ലാം എടുത്ത് എങ്ങോട്ടോ കൊണ്ടുപോകുന്നതിനിടെ അവിടെ ഉണ്ടായിരുന്ന ഡോഗ്ലസ്, താൻ എന്താടോ ഈ കാണിക്കുന്നേ, ഈ ഡോറൊന്ന് വന്ന് തുറന്നേ എന്നൊക്കെ വിളിച്ചു പറയും. എന്നാൽ അവൻ അയാളുടെ മുമ്പിൽ വെച്ച് തന്നെ കിളികളെ എടുത്ത് കൊല്ലാനായി ഫ്രീസറിന്റെ ഉള്ളിലേക്ക് വെക്കുന്നു. ശേഷം നേരെ ചെന്ന് ഒരു ഭ്രാന്തനെ പോലെ ജനലിൽ ഒട്ടിച്ചു വെച്ചിരുന്ന സാധനങ്ങളെല്ലാം വലിച്ചിളക്കി പുറത്തേക്കൊക്കെ നോക്കി വല്ലാതെ നിൽക്കുകയാണ്. ഇതിനിടെ ടോം താഴേക്ക് ഇറങ്ങി വരികയും ഇവിടെ ഇരുന്ന അങ്ങേര് ആ കിളികളെ എടുത്ത് ഫ്രീസറിൽ വെച്ചു എന്ന് പറയുകയും ചെയ്യും. ഇത് കേട്ട് അവൻ ചെന്ന് നോക്കുമ്പോൾ അയാൾ ഇരുന്ന സ്ഥലത്ത് മുഴുവൻ പ്രത്യേക രീതിയിലുള്ള കുറെ പടങ്ങൾ വരച്ചു വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ കണ്ട് ഒന്നും മനസ്സിലാവാതെ അവൻ നേരെ വന്ന് കിളികളെയൊക്കെ ഫ്രീസറിൽ നിന്ന് എടുത്തു മാറ്റുമ്പോൾ അവനെ സൂക്ഷിക്കണം, അവന് വട്ടാണെന്നൊക്കെ ഡോഗ്ലസ് വിളിച്ചു പറയുന്നു. എന്നാൽ അപ്പോഴേക്കും അവൻ പിന്നിലൂടെ നടന്നു വന്ന് ടോമിനെ അടിച്ചു തള്ളി താഴെ ഇട്ടിരിക്കുകയാണ്. ശേഷം അവൻ ഡോഗ്ലസിന്റെ നേർക്ക് നടന്നു വരുമ്പോൾ നീ എന്ത് കോപ്പാടാ കാണിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ അവന്റെ കണ്ണുകൾ അയാൾ ശ്രദ്ധിക്കുന്നു. ഇത് കണ്ട് കിളി പോയി നിൽക്കുമ്പോഴേക്കും അവൻ റിമോട്ട് വെച്ച് പുറത്തെ ഗാരേജ് തുറക്കുകയും നീ ഒരു പ്രാന്ത് പിടിച്ച ഡാഷ് മോനാണെന്ന് എനിക്ക് അറിയാമായിരുന്നടാന്ന് പറഞ്ഞുകൊണ്ട് ഡോഗ്ലസ് നിൽക്കുകയാണ്. ഈ സമയം ഒളിമ്പിയ നിലവിളിച്ച് കരയുകയും അല്പസമയത്തിനുള്ളിൽ ഒരു കുഞ്ഞിനെ പ്രസവിച്ചെടുക്കുകയും ചെയ്യുന്നു. അവൾക്ക് പെൺകുഞ്ഞിനെയാണ് കിട്ടിയിരിക്കുന്നത്. അവർ കുഞ്ഞിനെയൊക്കെ നോക്കിയിരിക്കുന്നതിനിടെ അയാൾ അവിടെ എത്തുകയും താഴെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് മലോറി ചോദിക്കുമ്പോൾ അയാൾ മറുപടിയൊന്നും പറയാതെ ഞാൻ ആ കുഞ്ഞിനെ ഒന്ന് കണ്ടോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തേക്ക് വന്ന് അതിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ശേഷം മലോറിയുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ കുഞ്ഞിനെയും അവൻ കാണുന്നു. എന്നിട്ട് നേരെ ജനലിന്റെ അടുത്തേക്ക് നടന്നു നിന്ന് ഇതൊന്ന് നോക്കാൻ പറഞ്ഞ് ജനലിലുണ്ടായിരുന്ന പേപ്പറുകളെല്ലാം വലിച്ചീറി കളയുകയും പുറത്തേക്കൊക്കെ നോക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ മറ്റുള്ളവരെല്ലാം കണ്ണു പൊത്തുമെങ്കിലും ഒളിമ്പിയ പുറത്തുള്ള ആ കാഴ്ച കാണുകയും അവൾക്ക് വല്ലാത്ത മാറ്റം സംഭവിച്ചുകൊണ്ട് കുഞ്ഞുമായി ചാടി എഴുന്നേൽക്കുമ്പോഴേക്കും മലോറിയ അവളെ ചാടി പിടിച്ചുകൊണ്ട് നിന്റെ കുഞ്ഞിനെ ജസ്റ്റ് ഒന്ന് എനിക്ക് നോക്കാൻ തരാൻ പറഞ്ഞുകൊണ്ട് ബഹളം വെച്ച് അവളുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങുകയും അപ്പോഴേക്കും അവൾ ഓടിച്ചെന്ന് ചില്ല് പൊട്ടിച്ച് നേരെ താഴേക്ക് വീണ് മരിക്കുന്നു. മലോറിയ ആണെങ്കിൽ രണ്ട് കുഞ്ഞുങ്ങളുമായി പുതപ്പും മൂടി കിടക്കുകയാണ്. അപ്പോഴേക്കും അവൻ അവിടുത്തെ അമ്മുമ്മയെ പിടികൂടുകയും ബലം പിടിച്ച് അവരുടെ കണ്ണ് തുറപ്പിച്ച് ജനലിന്റെ വെളിയിലോട്ട് നോക്കിക്കുമ്പോഴേക്കും അവർ ആ കാഴ്ച കണ്ട് മൊത്തത്തിൽ മാറുകയും കയ്യിലിരുന്ന കത്രിക സ്വന്തം കഴുത്തിലേക്ക് കുത്തിയിറക്കി മരിച്ച് തറയിലേക്ക് അങ്ങ് വീഴുകയും ചെയ്യും. ഇതോടെ അയാൾ മലോറിയുടെ നേർക്ക് തിരിഞ്ഞ് ആ കുഞ്ഞിനെ ഇഞ്ഞ് തരാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവളാണെങ്കിൽ രണ്ടും കൽപ്പിച്ച് മിണ്ടാതെ കിടക്കുന്നു. അപ്പോഴേക്കും കണ്ണു വടച്ച് ഡോഗ്ലസ് അവിടേക്ക് കയറി വരികയും അനങ്ങി പോകരുതെന്ന് പറയുമ്പോഴേക്കും അവൻ അയാളുടെ തോക്കിൽ പെടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കുകയും ചെയ്യുന്നു. കണ്ണടച്ചിട്ടുള്ളത് കൊണ്ട് കറക്റ്റായിട്ട് ഉന്നം പിടിക്കാൻ ഡോഗ്ലസിന് കഴിയുന്നില്ല. നീ ഈ കാഴ്ചയൊന്ന് കണ്ടു നോക്കിയേ, നല്ല രസമാണെന്നൊക്കെ അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഡോഗ്ലസ് ഒരു വെടിയങ്ങ് പൊട്ടിക്കുകയും അത് അവന്റെ തോളിൽ തന്നെ കൊള്ളുകയും ചെയ്യും. ഇതോടെ അവൻ ദേഷ്യത്തിൽ വന്ന് ഡോഗ്ലസിനെയും പിടിച്ച് നേരെ അവിടെ നിന്ന് താഴെയുള്ള ഹാളിലേക്ക് വന്ന് വീണിരിക്കുകയാണ്. തൊട്ടപ്പുറത്തായി തോക്കും കിടക്കുന്നു. പെട്ടെന്ന് അയാൾ തന്റെ കയ്യിലുണ്ടായിരുന്ന കത്രിക എടുത്ത് ഡോഗ്ലസിനെ കുത്തി കയറ്റിയിരിക്കുകയാണ്. നിന്നെ അത് കാണിക്കാൻ പറ്റാഞ്ഞതിൽ എനിക്ക് നല്ല വിഷമമുണ്ടെന്നൊക്കെ ആ ഭ്രാന്തൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതിനിടെ അപ്പുറത്ത് കിടന്ന ടോമിന് ചെറിയ അനക്കം വരികയും അവൻ എഴുന്നേൽക്കുമ്പോഴേക്കും മറ്റേയാൾ ചാടി എഴുന്നേറ്റ് തോക്കിലേക്ക് പിടിക്കുകയും ചെയ്യുന്നു. ഇതോടെ രണ്ടുപേരും തോക്കിന് പിടിവലി കൂടിക്കൊണ്ടിരിക്കുകയാണ്. തോക്കിന്റെ ഓപ്പണിംഗ് ആണെങ്കിൽ ഇപ്പോൾ ടോമിന്റെ നേർക്കാണ് ഉള്ളത്. പെട്ടെന്ന് മറ്റേയാളുടെ കൈ നേരെ ട്രിഗറിന്റെ അടുത്തേക്ക് വരികയും ഒറ്റ വെടി പൊട്ടുന്ന സൗണ്ട് മലോറി കേൾക്കുകയും ചെയ്യുന്നു. എന്താണ് സംഭവിച്ചതെന്നറിയാതെ അവൾ കുറച്ചുനേരം കിടക്കുന്നതിനിടെ ആ റൂമിനുള്ളിലേക്ക് ആരോ കയറി വരുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലാവുകയും എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. വീഡിയോയുടെ ദൈർഘ്യം കൂടുതലായതിനാൽ 2 പാർട്ടായിട്ടാണ് ഇറക്കുന്നത്. ആദ്യ പാർട്ട് ഇവിടെ അവസാനിക്കുന്നു. കഥയുടെ ബാക്കിയുമായി അടുത്ത ഒരു വീഡിയോയിലൂടെ കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.